സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശത്രുക്കൾക്ക് ഒട്ടേറെ മുഅ്ജിസത്തുകൾ പല സന്ദർഭങ്ങളിലായിക്കൊണ്ട് നബി തങ്ങൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം പരിപൂർണമായിരിക്കുന്ന ചന്ദ്രൻ ആകാശത്ത് പരിപൂർണമായിക്കൊണ്ട് 14-ാം രാവ് പോലെ 14-ാം രാവിലത്തെ പരിപൂർണമായിക്കൊണ്ട് വെട്ടിപ്രകാശിച്ചു നിൽക്കുന്ന ആ പരിപൂർണ ചന്ദ്രൻ, ആ ചന്ദ്രനെ ഭൂമിയിൽ നിന്നുകൊണ്ട് അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ചന്ദ്രനെ രണ്ടാക്കി പിളർപ്പാക്കി. അതാണ് കമർ കീറി ചേർത്ത് വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു മുഅ്ജിസത്ത് ചേർത്തിക്കൊണ്ട് ചരിത്രത്തിന്റെ ഭാഗം വൈദ്യർ അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോ ആകാശത്തിലുള്ള ചന്ദ്രന്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് രണ്ടാക്കി പിളർപ്പാക്കുകയും രണ്ടാക്കി മാറ്റുകയും അങ്ങനെ കൂട്ടിച്ചേർക്കുകയും ചെയ്ത ആ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സ്വഹാബാക്കളും അവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അവിടുന്ന് സ്ഥലം വിട്ടുകൊണ്ട് ബദറിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ബദറിലേക്ക് അവിടുത്തെ യാത്ര ദുബൈയിൽ നിന്ന് വിട്ടുകൊണ്ട് ബദറിലേക്ക് പുറപ്പെട്ടു എന്നാണ് പറഞ്ഞത്. പരിശുദ്ധമായ റമളാൻ ഷരീഫിന്റെ റമളാൻ എല്ലാ മാസങ്ങളുടെയും നേതാവാണ് പരിശുദ്ധമായ റമളാൻ. ആ പുണ്യമായ റമളാൻ, ആ റമളാനിൽ ശ്രേഷ്ഠമായിരിക്കുന്ന 17-ാമത്തെ ദിവസം വെള്ളിയാഴ്ച രാത്രി ഇശാന്റെ സന്ദർഭത്തിൽ ബദറിലെത്തിക്കൊണ്ട് അവിടെ ഹൈമ അടിച്ചു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടെ ചേർന്നുകൊണ്ട് സ്വഹാബാക്കളോടായിക്കൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സ്വഹാബാക്കളെല്ലാം ഒന്നിച്ചിരുന്നുകൊണ്ട് നബി തങ്ങളുടെ ആ പ്രഭാഷണം, ആ ഉപദേശങ്ങൾ കേൾക്കുന്നതിനായിക്കൊണ്ട് എല്ലാവരും ഒത്തുചേർന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വൈദ്യര് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരിക്കുകയാണ്. ഹുമൈറത്ത് ബാർത്തും പമിയും പവിഴച്ചുണ്ടാൽ. ഹുമൈറത്ത് എന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ ഭാര്യ ആയിഷ ബീവിക്കുള്ള ഒരു ഓമനപ്പേര. മറ്റൊരു പേര് ഹുമൈറത്ത്, ഇളം ചുകപ്പാർന്നവർ എന്ന ഒരു അർത്ഥം വരുന്ന ഒരു പേര. ആ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പുകഴ്ത്തി പറയാറുള്ള ആ ചുണ്ടുകൊണ്ട് പറഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പുകഴ്ത്തി പറയാറില്ല എന്ന് പറഞ്ഞാൽ ഒരു സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മടിയിൽ ആയിഷ ബീവി കിടന്നുകൊണ്ട് നബി തങ്ങളുടെ ആ ചുണ്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്തൊരഴകാണ് അങ്ങയുടെ ചുണ്ടുകൾ കാണാൻ, എന്തൊരഴകാണ്. അങ്ങ് വളരെ കാലങ്ങൾക്ക് മുമ്പ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടത്തിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സൗന്ദര്യം കണ്ടുകൊണ്ട് അവിടുത്തെ മിസ്രിലെ സുന്ദരികളായ പെണ്ണുകള് അവർ എന്തൊക്കെയോ ചെയ്തു പോയി, അവർക്ക് എന്തൊക്കെയോ സംഭവിച്ചു. അവരെങ്ങാനും അല്ലാഹുവിന്റെ റസൂലിനെ എങ്ങാനും എന്റെ പ്രിയ പുതുമാരനാകുന്ന, എന്റെ പ്രിയ ഭർത്താവാകുന്ന, അല്ലാഹുവിന്റെ റസൂലാകുന്ന അങ്ങയുടെ സൗന്ദര്യമെങ്ങാനും അവർ കണ്ടിരുന്നില്ല, അവർ എന്ത് ചെയ്യുമായിരുന്നു. മിസ്രിലെ പെണ്ണുകള് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ആ സൗന്ദര്യം സുലൈഖ ബീവി കൊട്ടാരത്തിൽ കൊണ്ടുപോയി വിളിപ്പിച്ചതും ആ സന്ദർഭത്തിലുണ്ടായ സൽക്കാരങ്ങളും കൈവിരൽ മുറിച്ചതും പല സംഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ആ സന്ദർഭത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഈ സൗന്ദര്യം കണ്ടാൽ എന്താകും? ലോകത്തെ ഏറ്റവും വലിയ സുന്ദരൻ, ലോകത്തെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ആള് അല്ലാഹുവിന്റെ റസൂൽ അഷ്റഫുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതിലൊരു സംശയമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രകാശമാണ് അള്ളാഹു ആദ്യമായി കൊണ്ട് സൃഷ്ടിച്ചത്. ആ പ്രകാശത്തിൽ നിന്നാണ് എല്ലാം സൃഷ്ടിച്ചത്, എല്ലാ സൗന്ദര്യങ്ങളും അതിൽ നിന്നാണ് വരുന്നത്. പിന്നീട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ആണെന്നും അതല്ല ആദം നബി അലൈഹി ഇസ്ലാം ആണെന്നും അഭിപ്രായമുണ്ട്. പിന്നെയുള്ള സുന്ദരന്മാർ സ്വഹാബാക്കളെ കൂട്ടത്തിൽ ഫദുല റളിയല്ലാഹു അൻഹു ഒന്നാം സ്ഥാനം എന്ന് കാണുന്ന ചരിത്രത്തിൽ പല അഭിപ്രായങ്ങളും. എന്തായിരുന്നാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തന്നെയാണ് ഒന്നാം സ്ഥാനം. ആദം നബി ഒന്ന്, യൂസുഫ് നബി ഒന്ന്, ആമീന പെറ്റ മുഹമ്മദ് നബി ഒന്ന്, ആമീന പെറ്റ മുഹമ്മദ് നബി ഒന്ന്, അവരാണ് ഈ ലോകത്തെ സുന്ദരന്മാർ എന്നൊരു കവി മുമ്പ് പാടിയതുപോലെ ഇവർ തന്നെയാണ് ഏറ്റവും വലിയ സുന്ദരന്മാർ. അപ്പൊ ആ സൗന്ദര്യത്തിൽ വെച്ച് ഏറ്റവും മികവുള്ള ഉന്നതരായിരിക്കുന്ന ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പുന്നാര ചുണ്ടുകൾ കൊണ്ട് അവിടെ പറയുകയാണ്. എന്താണ് പറഞ്ഞത്? നാളെ നടക്കാൻ പോകുന്ന സംഭവം, നാളെ ബദറിൽ നടക്കാൻ പോകുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അബൂജഹൽ അവിടെ ആയിരിക്കും, ആ ഭാഗത്തായിരിക്കും അബൂജഹൽ വീണ് ചത്തു വീഴുക. അതേപോലെ ഉമയത്ത് വീർത്ത് മുട്ടി
മറിയുന്ന ഭാഗങ്ങള്, ശൈബത്ത് വീഴാൻ പോകുന്ന സ്ഥാനങ്ങള്, അങ്ങനെ ഓരോ ഭാഗങ്ങളും കൈ വിരൽ കൊണ്ട് ആട്ടി ആട്ടി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തില് ഉന്നതന്മാരായിരിക്കുന്ന ആളുകൾ നാളെ ബദറിന്റെ ഇന്നിന്റെ ഭാഗത്തൊക്കെ അവർ അവർ ചത്തു വീഴുമെന്ന് പറഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ വൈദ്യർ ക്ഷണിക്കുകയാണ്. ആരമുത്തൊളിവോതി സത്യം ആകെ ഉറ്ററിവോൻ പെരിയവർ നാലയിത്തലമാം കുഫിറുകളെ ഹാനി വൃത്തിയുമേ ആനതിൽ പിററാവിച്ചേപ്പിടை അന്തലയിലതിലെ സ്വഹബറ ഡങ്ങൾ ശായനമേ തടികൾ തളർന്നുടന്നോമേ പാരമുത്തികിനാവിൽ പറ്റിജ നാപതക്കുളിയേ ചിലർകളിൽ പാടനി തിരയാൽ ഉണരവേ നീർക്കുളിപ്പതിനായി പാത്തിടും പൊഴുതിൽ കുഫിർ നടു വാഗമ്പസുടേ തലമത് പാവർ ചുറ്റുവതായി നിലയതിൽ തോളർ മുട്ടുവതായി ആരമു തൊളിവോതി സത്യം ആകെ മുറ്ററിവോൻ പെരിയവർ നാനയി തലമാം കുഫിറുകളെ ഹാനി വൃത്തിയുമേ. അങ്ങനെ സ്വർണ്ണത്തെളിയുള്ള ശോഭ, സ്വർണ്ണ ശോഭയുള്ള മുഖമുള്ള പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബാക്കളും നേരത്തെ പുറപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. യാത്ര പുറപ്പെടുക പറഞ്ഞാൽ നമ്മളിന്ന് പോകുന്ന പോലെ കാറിലും മറ്റു വാഹനങ്ങളിലൊന്നുമല്ല. വളരെ അറേബ്യൻ മണലാരണ്യത്തിലെ വളരെ ശക്തമായിരുന്ന കഠിനമായിരിക്കുന്ന ആ ചൂട്, ശരിക്കും ഭക്ഷണമില്ല, വെള്ളമില്ല, കാലിൽ പാദങ്ങളിലെ ചെരുപ്പുകളില്ലാതെ വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് ശക്തമായിരിക്കുന്ന ആ ചൂടുള്ള ആ മണൽത്തരികളിൽ ചവിട്ടി വളരെയേറെ കിലോമീറ്ററുകൾ അവർ യാത്ര ചെയ്തു ക്ഷീണിച്ചിരിക്കുക. ഒട്ടേറെ ദൂരം യാത്ര ചെയ്തു. ആ രാത്രിയിൽ അവര് ഹൈമക്കകത്ത് വന്നു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊക്കെ വളരെ യാത്ര ചെയ്തവരല്ലേ, നിങ്ങളെല്ലാവരും ഉറങ്ങിക്കോളൂ, രാത്രി ഉറങ്ങാൻ പറഞ്ഞു. പക്ഷെ അങ്ങനെ ഉറങ്ങിക്കിടന്ന സന്ദർഭത്തിൽ യാത്രയുടെ ക്ഷീണം കൊണ്ട്, ശക്തമായ കഠിനമായിരുന്ന ചൂടിന്റെ അസഹ്യമായ ആ ക്ഷീണം കൊണ്ട് സ്വഹാബാക്കളിൽ ചിലർക്ക് ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. ബ്ലഡ് ചൂടായി, ബ്ലഡ് ഹീറ്റായ സന്ദർഭത്തിൽ അവർക്ക് ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. പക്ഷെ അവിടുത്തെ അവസ്ഥ എന്താ? അവിടെ വെള്ളമില്ല. വെള്ളമുള്ളത് ബദറിൽ ഒരു കിണറുള്ളത്. അബൂജഹലും സംഘവും നേരത്തെ അവർ ബദറിൽ വന്നുകൊണ്ട് ആ കിണർ അവർ കൈവശം വെച്ചിരിക്കുകയാണ്. ഇപ്പുറത്ത് വെള്ളമില്ല. പക്ഷെ ചില സ്വഹാബാക്കൾ ഇന്ദ്രിയ സ്ഖലനമുണ്ടായ സന്ദർഭത്തിൽ അവർ ഉറക്കിൽ നിന്ന് എണീറ്റു. അവർക്ക് ബേജാറായി, മനസ്സിന് പ്രയാസമുണ്ടായി. ഇതാരോടാണ് പറയുക? ഒരു സ്വഹാബി മറ്റാളോട് പറയാൻ പ്രയാസം തോന്നി, അതുപോലെ മറ്റവർക്ക് മറ്റാളോട് പറയാനും പ്രയാസം വന്നു. പക്ഷെ ഈ പരസ്പരം പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർ ചർച്ച ചെയ്തു. അപ്പൊ പല ആളുകൾക്കും ഇന്ദ്രിയ സ്ഖലനമുണ്ടായി. അവർ ചർച്ച ചെയ്തു, നമ്മളെന്താ ചെയ്യാ? നബി തങ്ങളോട് പറയാനും അവർക്കൊരു മടി. ഇതൊന്നാകെ കുറെ ആളുകൾക്ക് ജനാബത്തുണ്ടായിരിക്കുകയാണ്, വലിയ അശുദ്ധി ഉണ്ടായിരിക്കുകയാണ്, കുളിക്കാൻ വെള്ളമില്ല. സുബഹി അടുത്തിരിക്കുകയാണ്, സുബഹി ബാങ്ക് കൊടുക്കുന്ന സമയമാവാനായിരിക്കുകയാണ്. കുളിക്കണം, വളു ചെയ്യണം, നിസ്കരിക്കണം, അതിനുള്ള മാർഗങ്ങളില്ല. എന്താണ് ചെയ്യുക എന്നുള്ള അങ്കലാപ്പിലിരിക്കുന്ന സന്ദർഭത്തിൽ, ആ ഒരു ടെൻഷനിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ അതാ അവിടെ മറ്റൊരാൾ ഒരു വേഷം കെട്ടിക്കൊണ്ട് അവിടെ വരികയാണ്. ബീരിദർ സ്വഹബാർക്കളിൽ മശഖത്തും ഹുസ്നായി സമയമിൽ വേളയിൽ ശൈത്താൻ നരതടി കോലമോറ്റുരയായി ബീഗം ഹാദിരിൽ തോളരില്ലട ഒറ്റരോ മനസ്സൈ വസവസിൽ ബീഗമാക്കുവതായി ഉടനിബ് ലീസുരത്തിടലായി തീരനൻ പിരിശത്തിൽ മുങ്ങിയെ ആശികീങ്ങളെ നീ റഹ്മദിൻ ദീനകത്തിലുമായി വക്തുക നിൽത്തൊളു കുലമാം സിറിനാൽ നിലയും ജ്യോതിരേത്തവുമേ ഇവകള് സ്നാനം ചെയ്തിടുക അതുപതും കൈപ്പിടൽ ദിനമാ. അതെ, ഇബ്ലീസ് ഒരു മനുഷ്യന്റെ കോലത്തില് വലിയൊരു താടിയൊക്കെ വെച്ച് വലിയ ജുബ്ബൊക്കെ ധരിച്ചുകൊണ്ട് വലിയ അറിവുള്ള വലിയൊരു പണ്ഡിതന്റെ വേഷത്തിലൊക്കെ ആയിക്കൊണ്ട് വന്നുകൊണ്ട് ഇവരോട് പറഞ്ഞു, അല്ല നിങ്ങള് അഹമ്മദിന്റെ
മുഹമ്മദിന്റെ ദീൻ പുൽകിയ ആൾക്കാരല്ലേ നിങ്ങൾ? ഇസ്ലാം പുൽകിയ ആൾക്കാരല്ലേ? അതെ, നിങ്ങൾ മുസ്ലിങ്ങളാണല്ലോ. അപ്പൊ നിങ്ങളിൽ പല ആളുകൾക്കും ഇവിടെ വലിയ അശുദ്ധി ഉണ്ടായിരിക്കുന്നല്ലോ. ഇബ്ലീസ് ഇത് വലിയൊരു അത്ഭുതം. ശൈത്താന് ചില കാര്യങ്ങളൊക്കെ അള്ളാഹു അറിയാം. അങ്ങനെ ചില കഴിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട്. അതല്ല, ചില ആൾക്കാർ ചില ജ്യോത്സ്യന്മാരും മറ്റവരൊക്കെ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് പറയുമല്ലോ. ഇപ്പൊ പൈശാചികമായ ചില കഴിവുകൾ ചില ആളുകൾക്കുണ്ടാവും. അപ്പൊ എന്തായിരുന്നാലും ഈ ഇബ്ലീസ് ഇത് പറഞ്ഞപ്പോൾ ഇവർ അത്ഭുതപ്പെട്ടു പോയി. ശരിയാണ്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ കുളിക്കുക, നിങ്ങളെയാണ് വദൂ ചെയ്യുക, നിങ്ങൾ നിസ്കരിക്കണ്ടേ? നിങ്ങൾ നിസ്കരിക്കാതെ നിങ്ങൾ വദൂ ചെയ്യൽ ഹറാമല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, നിങ്ങളുടെ ദീനകത്ത് വലിയ തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ സന്ദർഭത്തിൽ കൂടുതൽ ഇവർക്ക് പ്രയാസമുണ്ടായി, കൂടുതൽ പ്രശ്നങ്ങളുണ്ടായി, മനസ്സിന് പ്രയാസമുണ്ടായി. ഇനി എന്ത് എന്നുള്ള തീരുമാനത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ ബള്ളലേളിലും ബള്ളലായ റസൂൽ മുഹമ്മദരാഗൻഫുവി വാഴും നായകനാം ഇവകളെ ഉങ്ങൾ മൊഴിവരാം മൊയ്പുകഴ്ചയിൽ മൊയ്യലും ഫിഗൽ കഷ്ടമായിവയാം നിജമിലെ മോടമാർഗമതാം കുളിയില ദണ്ട് തൊളുകളുമാം മുറ്റിതമമിനായ താനതി റങ്കിടും നബിയിൽ അതിനോട് മുമ്പതി കഥയാ പകയല്ല വീത്തൊളികതുമായി തോളകൾ ഉൾമഷക്കതായ ഹസനിലെ ആദരത്തിരുനൂർ നബിയിൽ കായ തുറ്റതിനാൽ ആലമെങ്കും നിറന്തായി റന്ത് കോലവനിൽ അതുപോലെ ദണ്ടരും കുതയാൽ മതർച്ചോ ചിന്തിടൈ തുളിയാൽ ബള്ളലേളിലും ബള്ളലായ റസൂൽ മുഹമ്മദരാഗൻഫുവി വാഴും നായകമാം ഇവകളെ ഉങ്ങൾ മൊഴിവരാം. അങ്ങനെയുള്ള സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് സ്വഹാബാക്കളിൽ നിന്ന് പലരും നബി തങ്ങളുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞ അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളിങ്ങനെ യാത്രയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിതരായിക്കൊണ്ട് ഞങ്ങൾ ഉറങ്ങിയ സന്ദർഭത്തിൽ ഞങ്ങളിൽ പലർക്കും ജനാബത്തുണ്ടായിരിക്കുകയാണ്, പലർക്കും ഇന്ദ്രിയ സ്ഖലനമുണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ഒരു മാർഗവും കാണുന്നില്ല. പല ഭാഗത്തും ഞങ്ങൾ അന്വേഷിച്ചു, പരിസരത്തൊന്നും തന്നെ വെള്ളമില്ല. വെള്ളമുള്ളത് അപ്പുറത്തുള്ളത് അബൂജഹൽ നേതൃത്വം കൊടുക്കുന്ന ആ സംഘത്തിന്റെ ഭാഗത്തുള്ള അപ്പുറത്തുള്ള കിണറാണ്. ആ കിണറിന്റെ ഭാഗത്തേക്ക് നമുക്ക് അടുക്കാൻ കഴിയില്ല. ശത്രുക്കള് അവരെ അങ്ങോട്ട് അടുപ്പിക്കില്ല. മാത്രമല്ല വേറെ എവിടെയും വെള്ളമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ വളരെ പ്രയാസത്തിലാണല്ലോ, നമുക്ക് വെള്ളം വേണമല്ലോ, നിങ്ങൾ എന്താണ് അതിനൊരു മാർഗം എന്ന് പറഞ്ഞ സന്ദർഭത്തില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ സർവശക്തനായ നാഥനോട് പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ അല്ലാഹുവേ, നിന്റെ ഈ സഹാബാക്കള് ഇവിടെ എത്തി നിന്റെ ദീനിന് വേണ്ടി പൊരുതാൻ വേണ്ടി, നിന്റെ ദീനിന് വേണ്ടിയുള്ള പ്രയാസപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കേണ്ട സമയമായിരിക്കുകയാണ്. നിസ്കരിക്കാനും അവർക്ക് കുടിക്കാനും അവർക്ക് കുളിക്കാനും വദൂ ചെയ്യാനും കുടിക്കാനും വെള്ളമില്ലാത്തൊരു സാഹചര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ ഹൈമക്കകത്ത് സുജൂദിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥന നടത്തി. ആ പ്രാർത്ഥന നടത്തി അല്പം കഴിഞ്ഞപ്പോഴേക്ക് പെട്ടെന്ന് കാർബേങ്ങുകളൊക്കെ കറുത്തിരുണ്ടു, പ്രത്യേക ശബ്ദങ്ങളൊക്കെ ഉണ്ടായി. വളരെ പെട്ടെന്ന് വളരെ ശക്തമായിക്കൊണ്ട് ബദറിൽ മഴ പെയ്യുകയാണ്. വളരെ ശക്തമായിരിക്കുന്ന മഴ പെയ്തു. ശക്തമായി മഴ പെയ്തു. അവർ തടാകമുണ്ടാക്കി ആ തടാകമുണ്ടാക്കി വെള്ളമെടുത്തു. അങ്ങനെ അവർ കുളിച്ചു, വദൂ ചെയ്തു, കുടിച്ചു. വളരെ റാഹത്തായി എന്നല്ല, പ്രത്യേകമായിരിക്കുന്ന ഒരു ഈമാൻ, ഒരു ആവേശം, ഒരു എന്തെന്നില്ലാത്ത ഒരു സന്തോഷം സഹാബാക്കളിൽ വന്നിരിക്കുകയാണ്. അങ്ങനെ ആ മഴ പെയ്ത ഭാഗം, ബദറിൽ മഴ പെയ്യുന്ന ആ ഭാഗത്തിന്റെ മുമ്പാണ് നേരത്തെ പറയേണ്ടിയിരുന്നത്. അവിടുന്ന് ശേഷമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഇബ്രാഹിം ടിയമ്പൻ അവർകൾ നിങ്ങളെ കേൾപ്പിച്ചത്. ഇനി അതിന് ശേഷമുള്ള ഇശലുകളാണ് നമ്മൾക്ക് കേൾക്കേണ്ടത്. സർവശക്തനാഥൻ അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു നമ്മൾ ഈ പറഞ്ഞതിനും കേട്ടതിനും അവൻ പൊരുത്തപ്പെട്ട ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് അബ്ദുൽ ഖാദർ കാഫേനി കാട്ടിപ്പരുത്തിയും ഇസ്മായിൽ ദേശമംഗലവും ചേർന്ന് അവതരിപ്പിച്ച ഈ ഇശലിന് ഇവിടെ സമാപ്തി കുറിക്കുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.